ഒടുവിൽ അത് സംഭവിക്കുന്നു. ഇതുവരെ ഇന്ത്യയുമായി യാതൊരു തരത്തിലുള്ള ചർച്ചയ്ക്കും തയ്യാറല്ല എന്ന് പറഞ്ഞിരുന്ന ബംഗ്ലാദേശ് ഇപ്പോൾ അതിർത്തി വിഷയത്തിൽ ട്രംപ് അധികാരമേറ്റതോടുകൂടി ഇന്ത്യയുമായി ചർച്ചയാകാം എന്ന് പറഞ്ഞ് ഇന്ത്യയുടെ കാൽക്കെത്തിയിരിക്കുന്ന കാഴ്ചയാണ് കാണാനായി സാധിക്കുന്നത്. എന്തായാലും രണ്ട് അയൽ രാജ്യങ്ങളും തമ്മിലുള്ള അതിർത്തിയിൽ ആഴ്ചകളായി സംഘർഷം രൂക്ഷമായി കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിൽ നമുക്ക് കാണാനായി സാധിക്കുന്നത്. ഫെൻസിംഗ് നടപടികളുമായി ബന്ധപ്പെട്ട് BSFും BGPയും ബംഗ്ലാദേശ് കൊള്ളക്കാരും നമ്മുടെ ഗ്രാമവാസികളുമായി വലിയ രീതിയിലുള്ള സംഘർഷമാണ് ഓരോ ദിവസം കഴിയുന്തോറും ബംഗ്ലാദേശ് അതിർത്തിയിൽ രൂക്ഷമായി കൊണ്ടിരിക്കുന്നത്. ഇതേ തുടർന്ന് നമ്മുടെ ഹൈക്കമ്മീഷണറെ ബംഗ്ലാദേശ് വിളിച്ചു വരുത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ബംഗ്ലാദേശിന്റെ ഹൈക്കമ്മീഷണറെയും ഇന്ത്യ വിളിച്ചു വരുത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ബംഗ്ലാദേശ് ഇന്ത്യ അതിർത്തി കലുഷിതമായി തുടരുന്ന ഈ സാഹചര്യത്തിൽ ഇന്ത്യ ഫെൻസിംഗ് നടപടികൾ മുന്നോട്ട് കൊണ്ടുപോകും. ഇത് ബംഗ്ലാദേശും ഇന്ത്യയും തമ്മിലുള്ള ഒരു കരാറാണെന്ന് പറഞ്ഞ് രംഗത്തെത്തിയിരുന്നു. എന്നാൽ ഈ കരാർ പുനഃപരിശോധിക്കണമെന്ന് പറഞ്ഞ് യൂനിസും രംഗത്തെത്തിയിരുന്നു. ഇന്ത്യ ആ കാര്യത്തിൽ വലിയ രീതിയിലുള്ള നടപടിയുമായി മുന്നോട്ട് പോകാനുള്ള സാഹചര്യത്തിൽ ബംഗ്ലാദേശ് തുടരെ നമ്മുടെ അതിർത്തിയിൽ പ്രശ്നങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ ബംഗ്ലാദേശ് പറയുന്നത് നമുക്ക് ഈ കാര്യത്തിൽ ചർച്ചയാകാം എന്നാണ്. ചർച്ച ചെയ്ത് കാര്യങ്ങൾ രമ്യമായി പരിഹരിക്കാൻ ബംഗ്ലാദേശ് ശ്രമങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു. അതിർത്തിയിൽ സമാധാനം നിലനിർത്തുന്നതിന് നിലവിലുള്ള ഉഭയകക്ഷി കരാറുകളുടെ ചട്ടക്കൂടിന് കീഴിൽ ക്രിയാത്മകമായിട്ടുള്ള ചർച്ചകളിലൂടെ ഏത് പ്രശ്നങ്ങൾക്കും ഞങ്ങൾ പരിഹാരം കാണാൻ തയ്യാറാണ് എന്നാണ് ബംഗ്ലാദേശ് ഇപ്പോൾ പറയുന്നത്. ബംഗ്ലാദേശ് വിദേശകാര്യ മന്ത്രാലയമാണ് ഇപ്പോൾ ഇത് ഇന്ത്യയെ അറിയിച്ചിരിക്കുന്നത്. ഇന്ത്യൻ അതിർത്തിയിൽ ഇന്ത്യയുടെ ഫെൻസിംഗ് പദ്ധതിക്കെതിരെ എതിർപ്പുന്നയിച്ചതിന് പിന്നാലെയാണ് ഇപ്പോൾ ധാക്കയിൽ നിന്ന് ഇങ്ങനെ ഒരു സന്ദേശം ന്യൂഡൽഹിയിലേക്ക് എത്തിയിരിക്കുന്നത്. ജനുവരി 12 ബംഗ്ലാദേശ് ധാക്കയിലെ അംബാസഡർ പ്രണയ് വർമ്മ വഴി ഇന്ത്യക്ക് ഈ സന്ദേശം നൽകിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിലാണ് ബംഗ്ലാദേശ് ധാക്കയിലെ അംബാസഡർ പ്രണയ് വർമ്മ വഴി ഇന്ത്യക്ക് ഈ സന്ദേശം നൽകിയത്. അതേസമയം ന്യൂഡൽഹിയിലെ സ്വന്തം പ്രദേശത്ത് അതിർത്തി വേലി കെട്ടുന്ന പദ്ധതിയെ അനധികൃതം എന്ന് വിശേഷിപ്പിച്ചു. ഇത് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സഹകരണത്തിന്റെ മനോഭാവത്തെ ദുർബലപ്പെടുത്തിയെന്നാണ് ഇന്ത്യയുടെ പ്രതികരണം. ദിവസങ്ങൾക്ക് ശേഷം ഇപ്പോൾ ബംഗ്ലാദേശ് ഈ അതിർത്തി പ്രശ്നങ്ങൾ രമ്യമായി പരിഹരിക്കാമെന്ന് പറയുമ്പോൾ അത് ട്രംപ് വന്നതിൻ്റെ പേരിൽ ട്രംപ് പേടിയിലാണ് എന്നാണ് ഇപ്പോൾ പല മാധ്യമങ്ങളും വ്യാഖ്യാനിക്കുന്നത്. കാരണം ഡൊണാൾഡ് ട്രംപ് ബംഗ്ലാദേശിനെതിരെ വലിയ രീതിയിലുള്ള ഉപരോധങ്ങൾ കൊണ്ടുവരാനുള്ള സാധ്യതയാണ് ബംഗ്ലാദേശ് കാണുന്നത്. പ്രത്യേകിച്ച് മുഹമ്മദ് യൂനിസിനെതിരെ അമേരിക്ക വലിയ രീതിയിലുള്ള നടപടി എടുത്തേക്കും എന്നുള്ള ചർച്ചകൾ നേരത്തെ തന്നെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ മുഹമ്മദ് യൂനിസിനോട് ഫ്രാൻസിലേക്ക് പറന്നുകൊള്ളാനാണ് അമേരിക്കയിലെ പല വൃത്തങ്ങളും ഡീപ് സ്റ്റേറ്റ് പോലെയുള്ള വൃത്തങ്ങളും നേരത്തെ തന്നെ നിർദ്ദേശം നൽകിയത്. എന്നാൽ മുഹമ്മദ് യൂനിസ് അത് അവഗണിച്ചവിടെ നിൽക്കുകയായിരുന്നു. പോരാത്തതിന് വേറെ ഒരു വിദ്യാർത്ഥി പ്രക്ഷോഭം ഇവിടെ പൊട്ടിപ്പുറപ്പെട്ടിട്ടുണ്ട്. പട്ടാള അട്ടിമറി വരുമോ എന്ന ഭയം ബംഗ്ലാദേശിൽ നിൽക്കുന്നു. ഷെയ്ഖ് ഹസീനയും ട്രംപും തമ്മിൽ നല്ല ബന്ധമാണ് നിലനിൽക്കുന്നത് എന്നുള്ളതും മുഹമ്മദ് യൂനിസിനെ കുഴയ്ക്കുന്ന മറ്റൊരു പ്രശ്നമാണ്. ഈ സാഹചര്യത്തിലാണ് അമേരിക്കയുമായി ഏറ്റവും നല്ല ബന്ധം പുലർത്തുന്ന ഇന്ത്യയുമായി ഒരു ഒത്തുതീർപ്പിലെത്താൻ ബംഗ്ലാദേശ് ശ്രമിക്കുന്നത്. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.